एक ही नाम। प्रजापिता ब्रह्म बाबा, प्रजापिता ब्रह्म बाबा। कोटि कोटि है तुम्हें प्रणाम, तुम्हें प्रणाम, तुम्हें प्रणाम। प्रजापिता ब्रह्म बाबा, प्रजापिता ब्रह्म बाबा। सबके मुख पर एक ही नाम, एक ही नाम, एक ही नाम। प्रजापिता ब्रह्म बाबा, प्रजापिता ब्रह्म बाबा। घोर निशा कल युग की कारी, कांप रही थी वसुधा सारी। मानवता मजबूर हुई, दानवता मशहूर हुई। तब आए तुम प्रभु के काम, प्रभु के काम, प्रभु के काम। प्रजापिता ब्रह्म बाबा, प्रजापिता ब्रह्म बाबा। सबके मुख पर एक ही नाम, एक ही नाम, एक ही नाम। प्रजापिता ब्रह्म बाबा, प्रजापिता। ഓം ശാന്തി. ബ്രഹ്മബാബയുടെ ആദിദേവൻ്റെ നമ്മുടെ ലൗകിക പിതാവിൻ്റെ ഭഗവാന്റെ ഭാഗ്യശാലി രഥത്തിൻ്റെ ബാബയുടെ ജീവിതത്തിലെ ആത്മീയതയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി അല്ലേ? ഇന്നിനി നമുക്ക് കേൾക്കാം സബ്കോ പ്യാർ തഥാ സമ്മാൻ ദേക്കർ ആകെ ബഠായ. ബാബ എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും നൽകി മുന്നോട്ട് നയിച്ചു. आजकल के ज़माने में कोई किसी को निस्वार्थ प्यार नहीं देता. ഇന്നത്തെ ലോകത്തിൽ ആരും ആർക്കും നിസ്വാർത്ഥ സ്നേഹം നൽകുകയില്ല. സത്യമായ ശുദ്ധമായ സ്നേഹത്തോടെ പെരുമാറുകയില്ല. ബാബ സർവർക്കും സ്വാഭാവികവും സർവശ്രേഷ്ഠവും സമ്പൂർണവും സത്യവുമായ സ്നേഹം നൽകി. സ്വാഭാവികം, സർവശ്രേഷ്ഠം, സമ്പൂർണം, സത്യവുമായ സ്നേഹം. മീഠേ മീഠേ സിഖിലതേ നൂറേ രത്തൻ സർവീസബിൾ റുഹാനി ബച്ചേ. ബാബ മക്കളെ വിളിക്കുമ്പോൾ ലെറ്റർ എഴുതുമ്പോഴൊക്കെ കുട്ടികളെ അഭിസംബോധന ചെയ്തിരുന്നത് ബ്രഹ്മബാബ ഇങ്ങനെയാണ്: മധുരമധുരമായ, ബാബയ്ക്ക് കളഞ്ഞുപോയി തിരികെ കെട്ടിയ, ബാബയുടെ കണ്ണിലുണ്ണികളായ, സേവാധാരികളായ ആത്മീയ കുട്ടികളെ. ഇപ്രകാരമുള്ള വിശേഷണങ്ങൾ അന്തരാത്മാവിൽ നിന്ന്, ബാബയുടെ ഉള്ളിൽ നിന്ന് സ്നേഹത്തോടെ ഒഴുകിയിരുന്നു. ഒപ്പം ബാബ വളരെ മധുരമായ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടാണ് വിളിക്കുകയും ചെയ്തിരുന്നത്. ലാഡ്ലെ ബച്ചേ, എൻ്റെ ഓമന മക്കളെ. ഇങ്ങനെയും കുട്ടികളെ ബാബ സദാ വിളിച്ചിരുന്നു. ആത്മാ ബോൽ ഉഠ്തി കി കിസി സാംസാരിക് വ്യക്തി കാ പ്യാർ നഹി. ബാബയിൽ നിന്ന് വന്നത് ആത്മീയമായ വാക്കുകളായിരുന്നു. ഒരു ലൗകിക വ്യക്തിയുടെ സ്നേഹമല്ല ബാബ നൽകിയത്. ഉസെ മൊസുസ്ത ഹുത്ത കേത്തോ പ്യാർ കാ സാഗർ. അപ്പോൾ തന്നെ എല്ലാവർക്കും അനുഭവമാകുമായിരുന്നു സ്നേഹത്തിൻ്റെ കടൽ
പരമമായ പിതാവ്, മാനവരാശിയുടെ മുഴുവൻ പിതാവ്, ബ്രഹ്മാവിലൂടെ അലൗകിക സ്നേഹം പരംപിത പരമാത്മാവാണിത് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ആത്മാവിനും ഫീൽ ചെയ്യുമായിരുന്നു. ഇതൊരു മാനവൻ്റെ സ്നേഹമല്ല, ഒരു വ്യക്തിയുടെ സ്നേഹമല്ല, സ്വയം പരമാത്മാ പിതാവാണ് ഈ സ്നേഹം, അലൗകിക സ്നേഹം വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം സത്യമായ സ്നേഹത്തിലൂടെ ആത്മാക്കളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ശീതളത, എല്ലാവരുടെയും ജീവിതം ശീതളമാക്കാൻ തുടങ്ങി. കർമ്മേന്ദ്രിയങ്ങളുടെ ചൂട് മാറി. ഓരോരുത്തർക്കും തങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെ അനുഭവം ഉണ്ടാക്കാൻ തുടങ്ങി, ഓരോരോ ആത്മാവിനും. जब मनुष्य को प्यार मिल जाए तो वो क्या करने को तैयार नहीं होता. സ്നേഹം കിട്ടിയ മനുഷ്യൻ എന്തിനാണ് തയ്യാറാകാത്തത്? സ്നേഹമുള്ളിടത്തേക്ക് തൻ്റെ ജീവൻ പോലും സമർപ്പണം ചെയ്യാൻ വ്യക്തികൾ തയ്യാറാകുന്നു. ആത്മാവിൽ ഈശ്വരീയ സ്നേഹം ജനിപ്പിച്ച് ബാബ ഓരോരുത്തരെയും കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയ എല്ലാ ദുർവികാരങ്ങളെയും ബലിയർപ്പണം ചെയ്യിപ്പിച്ചു. ബാബ ആത്മീയ സ്നേഹം കൊടുത്തു. എന്നിട്ട് കുട്ടികളെ കൊണ്ട് വികാരങ്ങളെ ബലിയർപ്പണം ചെയ്യിച്ചു. ബാബ പറയുമായിരുന്നു, നോക്കൂ മക്കളെ, ക്യാ ഇസ് ബാപ് കെ ലിയേ. ബാബ ചോദിക്കുക, എന്താ ഈ അച്ഛന് നിങ്ങൾക്ക് ദുഃഖം നൽകുന്ന ഈ സാധനങ്ങളെ ഈ അച്ഛന് മുന്നിൽ നിങ്ങൾക്ക് കളയാൻ കഴിയില്ലേ? നിങ്ങൾക്ക് ദുഃഖം തരുന്ന സാധനം അത് നിങ്ങൾക്ക് ഈ അച്ഛന് മുന്നിൽ ഉപേക്ഷിച്ചൂടെ? ജന്മജന്മാന്തരം വികാരി ജോലികളാണ് നിങ്ങൾ ചെയ്തത്. മാനവ മതപ്രകാരമാണ് നടന്നത്. മായ നിങ്ങളെ മായയുടെ കസ്റ്റമറാക്കി മാറ്റി. ഇപ്പോൾ ബാബ ഈ അന്തിമ ജന്മത്തിൽ താങ്കൾ കുട്ടികൾക്ക് സുഖവും ശാന്തിയും വർഷിക്കുകയാണ്. തബ് ക്യാ ഇസ് രഹേ ഹുയേ തോടെ സെ സമയക്കേലേ. അപ്പോൾ നിങ്ങൾക്കെന്താ അവശേഷിക്കുന്ന അല്പസമയം ബാബയുടെ നിർദ്ദേശപ്രകാരം ഈ വികാരങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ലേ? ഇതാണ് ചോദ്യം. അന്തിമ ജന്മം ആർക്ക് മുന്നിൽ? പിതാ പരമേശ്വരന് മുന്നിൽ. ബാബ എന്താ ചോദിച്ചത്? നിങ്ങൾക്ക് കഷ്ടവും അല്ല ദുഃഖവും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ദുർവികാരങ്ങളെ ബലിയർപ്പണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലേ? ജന്മജന്മാന്തരം താങ്കൾ കുട്ടികൾ ഭക്തി ചെയ്തിരുന്നു. അല്ലയോ പതീത പാവന എന്ന് നിങ്ങൾ എന്നെ വിളിച്ചിരുന്നു. ഞങ്ങളെ മോചിപ്പിക്കൂ ഈ ദുഃഖത്തിൻ്റെ ലോകത്ത് നിന്ന്. ബാബ പറയണേ, ദുഃഖത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ വിഷയവികാരങ്ങളെ കളയും. അതാണ് നിങ്ങൾക്ക് ദുഃഖം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദുഃഖത്തിൽ നിന്ന് മുക്തി ഉണ്ടാകുക അർത്ഥം എന്താണ്? വികാരങ്ങളെ കളഞ്ഞാലേ ദുഃഖത്തിൽ നിന്ന് മുക്തി ഉണ്ടാകും. अब जब मैं आया हूँ तब तो आप पतित से पावन बनो ना. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഈ സമയത്ത് താങ്കൾ കുട്ടികൾ പതീതരിൽ നിന്ന് പാവനമായി മാറൂ. देखो लाडले बच्चे, अब मुझे इस सृष्टि को पवित्र बनाना है. എൻ്റെ ബാബ പറയുമായിരുന്നു, നോക്കൂ എൻ്റെ ഓമന മക്കളെ, എനിക്ക് ഈ സൃഷ്ടിയെ പാവനമാക്കി മാറ്റണം. ഈ കാര്യം നിങ്ങൾ എൻ്റെ കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടികൾ ഈ കാര്യത്തിൽ ഈ അച്ഛനെ സഹായിക്കില്ലേ? बाबा के ऐसे करुणापूर्ण कल्याणकारी एवं मधुर वचनों को सुनकर, ബാബയുടെ കരുണ നിറഞ്ഞ മംഗളകാരിയായ മധുരവചനങ്ങൾ കേട്ട് अपने सहयोग को भी महत्वपूर्ण मानकर
തങ്ങളുടെ സഹയോഗം, ഈ സഹയോഗം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലേ എന്ന് ബാബ ചോദിക്കുന്ന സമയത്ത് മഹത്വപൂർണമായ ഒരു കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഹർ കൊയ് പവിത്ര ബന്നെ ഓർ ബനാനെ കെ പുരുഷാരത് മേ ജുഡ് ജാത്ത, ഓരോരുത്തരും പാവനമാക്കുകയും പാവനമാക്കി മാറ്റുകയും ചെയ്യുന്ന പുരുഷാർത്ഥത്തിൽ ചേർന്നിരുന്നു. എനിക്ക് പാവനാകണം, എല്ലാവരെയും പാവനമാക്കി മാറ്റണം, ഈ പുരുഷാർത്ഥത്തിൽ മുഴുകി. बाप दादा से उन्हें ऐसा तो प्यार और लालन पालन मिलता कि वो सांसारिक विषयलु सुखों को भूल कर, बाप दादा ഇപ്രകാരം സ്നേഹവും ലാളനകളും മക്കൾക്ക് നൽകി, ഈശ്വരീയ പാലന നൽകി. അതായത് ലൗകിക് രീതിയിലെ വിഷയവികാരങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്ന നൈമിഷിക സുഖം കുട്ടികൾ മറക്കുകയും ഈശ്വരീയ പരിവാരത്തിൻ്റെ സംബന്ധത്തിലേക്ക് വന്ന് ഈശ്വരീയ സുഖം അനുഭവിക്കാനും തുടങ്ങി. അപ്പോൾ എന്തായി? ഈശ്വരീയ സുഖം കിട്ടിയപ്പോൾ മക്കൾ ലൗകിക് ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള വികാരി സുഖഭോഗങ്ങളിൽ നിന്ന് മുക്തരാക്കാൻ തുടങ്ങി. സച്ചേ പിതാക്ക സംബന്ധ, ബ്രഹ്മബാബയോടൊപ്പം കുട്ടികൾക്ക് ഒരു സത്യമായ പിതാവിനെ കിട്ടി, അലൗകിക പിതാവിൻ്റെ ബന്ധം അനുഭവപ്പെട്ടു. ബാബ സച്ച പിതാ ജैसे വ്യവഹാർ കർത്തെ, ബ്രഹ്മബാബ ഒരു സത്യമായ അച്ഛനെ പോലെ പെരുമാറി. ഓരോ കുട്ടികളും പറയുമായിരുന്നു, കുട്ടികളോടെല്ലാം ബാബ പറയുമായിരുന്നു, മക്കളെ, മധുബലിൽ വരുമ്പോൾ, മക്കളെ, ഇത് നിങ്ങളുടെ യഥാർത്ഥ വീടാണ്. എന്തെല്ലാം ബാബയുടേതാണോ അതെല്ലാം കുട്ടികളുടേതാണ്. കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ എല്ലാ ന്യൂസും ബാബയെ അറിയിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ ബാബയ്ക്ക് കത്തയക്കണം. അല്ലാതെ നമുക്ക് ദുഃഖമുള്ളപ്പോൾ മാത്രം ലെറ്റർ എഴുതിയാൽ പോരാ ബാബയ്ക്ക്. പിന്നെയോ സന്തോഷ വർത്തമാനങ്ങളും ബാബയെ അറിയിക്കണം. ദുഃഖമുണ്ടെങ്കിൽ അതും ബാബയെ അറിയിക്കണം. എപ്പോഴും കുട്ടികൾ ബാബയോട് നിർദ്ദേശം എടുക്കണം. ഇപ്രകാരം സ്നേഹത്തോടെ മാധുര്യത്തോടു കൂടി മക്കളെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ബാബ സംസാരിക്കുമായിരുന്നു. तो हर एक का बुद्धियोग, ഇപ്രകാരമുള്ള അലൗകിക സ്നേഹം കാരണം മക്കളുടെ എല്ലാം ബുദ്ധിയോഗം മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് നീങ്ങി ഒരു ബാബയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. ദേഹസംബന്ധങ്ങളിൽ നിന്നെല്ലാം ഉപരാമമായി അലൗകിക ബന്ധത്തിൻ്റെ ബന്ധുത്വത്തിൻ്റെ സുഖം എടുക്കാൻ തുടങ്ങി. आज के संसार में कोई किसी को कहता है ये आप सभी का घर है. ജ്യോതിഷ്ഭായ് ചോദിക്കുകയാണ്, നമ്മൾ ഓരോരുത്തരെ ആലോചിച്ച് നോക്കൂ. ഇന്ന് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആരെങ്കിലും നമ്മളോട് പറയും ഇത് താങ്കളുടെ വീടാണ്, ഇവിടെ എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം താങ്കളുടേതാണ്. ആര് പറയും ഇങ്ങനെ? ബാബ യജ്ഞത്തിലെ എല്ലാ കാര്യങ്ങളും മക്കളോട് തുറന്നു പറയുമായിരുന്നു. യാതൊരു സങ്കോചവും കൂടാതെ ബാബ വീട്ടിലെ കാര്യങ്ങളെല്ലാം മക്കളുടെ മുന്നിൽ ബാബ ഷെയർ ചെയ്യുമായിരുന്നു. ഹർ കോയി സമസ്ത കി മേരാ ബാബ ഹേ. അത് കാരണം ഓരോരുത്തർക്കും തോന്നിയിരുന്നു ഇതെൻ്റെ അലൗകിക പിതാവാണ്. വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും മക്കളോട് പറയുമായിരുന്നു. മുझसे इनका വിശേഷ പ്യാർ ഹേ. ഓരോ കുട്ടികൾക്കും അലൗകിക പിതാവിനോട് വിശേഷ സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് കുട്ടികളുടെ ഹൃദയത്തിൽ നിന്നും വായിൽ നിന്നും മീഠാ ബാബ മീഠാ ബാബ എന്നാണ് മക്കളും ബാബയെ വിളിച്ചിരുന്നത്. സഹജമായി ഹൃദയത്തിൽ നിന്ന് ഒഴുകുമായിരുന്നു മീഠാ ബാബ. तब वे भला बाबा की बात बाबा की आज्ञा को कैसे डाल सकते.
അത് കാരണം ബാബ എന്താജ്ഞ നൽകിയാലും കുട്ടികൾക്ക് എങ്ങനെ പാലിക്കാതിരിക്കാൻ കഴിയും? കാരണം അറിയാമായിരുന്നു ബാബ നൽകുന്ന ആജ്ഞകളിൽ എൻ്റെ മംഗളം മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. ഏക് ബാർ കി ബാത് ഹേ കി ഏക് യുഗൾ. ജഗദീഷ് ഭയ്യനൊരു ഉദാഹരണം പറയാണ്. ഒരിക്കൽ ഒരു പതിയും പത്നിയും യങ്സ്റ്റേഴ്സാണ് ബാബയെ കാണാൻ വേണ്ടി വന്നു. उन्होंने पहले 2-4 बार ही ഈശ്വരീയ ജ്ഞാൻ സുനാ था. ഒരു 4-5 തവണ മാത്രമേ അവർ ഈശ്വരീയ ജ്ഞാനം കേട്ടിരുന്നുള്ളൂ. അപ്പോൾ ബാബ അവരോട് ചോദിച്ചു, മക്കളെ എങ്ങനെ പോകുന്നു? തീവ്രമായ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? രണ്ടുപേരോടും ബാബ ചോദിച്ചു, പതിയാണോ തീവ്ര പുരുഷാർത്ഥം അതോ പത്നിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാബയുടെ ഭവ്യമായ തേജോമയമായ, പിന്നെ ബാബ വയോവൃദ്ധനുമാണല്ലോ, സ്നേഹമയി മൂർത്തി രൂപം കണ്ടിട്ട് അവർ ബാബ 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 എന്ന് ബാബയുടെ വായിൽ നിന്ന് കുട്ടികളെ എന്നല്ലേ വിളിക്കണേ. അവർക്കാകെ അത്ഭുതമായി. ഇത്രയും പ്രായം പൂർത്തിയുള്ളവർ, പക്ഷെ ബാബ അവരെ മക്കളെ എന്ന് സ്നേഹം നിറഞ്ഞ് ബാബയുടെ വിളി കേട്ടപ്പോൾ പതിയുടെയും പത്നിയുടെയും വായിൽ നിന്ന് സഹജമായി ബാബ എന്ന് വന്നു. ബാബ എന്ന് വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഹംകോ യേ ജ്ഞാൻ ബഹുത് അച്ഛാ ലഗ്താ ഹേ ബാബ, പരന്തു പവിത്ര രഹന മുഷ്കിൽ ഹൈ. അപ്പോൾ അവർ രണ്ടുപേരും ബാബയോട് സത്യം തുറന്നു പറഞ്ഞു, ബാബ ഈ ജ്ഞാനം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, പക്ഷേ പവിത്രമായി ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ അവരുടെ ഉത്തരം കേട്ടപ്പോൾ ബാബ അല്പസമയത്തേക്ക് ശാന്തമായിരുന്നു. ബാബയുടെ ശാന്തമായ മുഖത്തിൻ്റെ രേഖകൾ അവർ ദർശിച്ചുകൊണ്ടിരുന്നു. ഒപ്പം ബാബയുടെ മുഖത്ത് അവരെ പ്രതി കരുണാദൃഷ്ടി, വാത്സല്യം, ആ കരുണയും വാത്സല്യത്തോടും കൂടി ബാബ അവർക്ക് ശിക്ഷണങ്ങൾ നൽകി. ബാബ പറഞ്ഞു, ബച്ചേ ജബ് ആപ് മുझे ബാബ കേത്തെ ഹോ. ബാബ അവർക്ക് എങ്ങനെ പാഠം നൽകി നോക്കൂ. അവരെ പവിത്രതയിലേക്ക് നയിക്കാൻ ബാബ എന്തു പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്നെ ബാബ എന്നല്ലേ വിളിച്ചത്, അച്ഛൻ എന്ന് വിളിക്കുന്നുവെങ്കിൽ ഇത്രയും ചെറിയൊരു കാര്യം ഈ അച്ഛൻ പറയണത് നിങ്ങൾ കേൾക്കില്ലേ? ലൗകിക് രീതിയിൽ പോലും മക്കൾ എൻ്റെ അച്ഛനെന്ന് ആരെയാണോ അംഗീകരിച്ചത് ആ അച്ഛൻ്റെ ആജ്ഞകൾ പാലിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങളുടെ അലൗകിക പിതാവ് പാവനമാക്കി മാറ്റാൻ വേണ്ടി പരംപിതാവ് വന്നിരിക്കുകയാണല്ലോ. പിതാ പരമേശ്വരൻ്റെ ആജ്ഞയാണ് മക്കളെ, ഇത് അവസാന ജന്മമാണ്. മഹാവിനാശം തൊട്ടു മുന്നിലുണ്ട്. അതിനാൽ എൻ്റെ മക്കൾ ഈ അന്തിമ ജന്മത്തിൻ്റെ അന്തിമ സമയം പാവനമായി മാറും. ഈ പിതാവിൻ്റെ വാക്കുകൾ മക്കൾ മാനിക്കില്ലേ? ബാബ ചോദിക്കുന്നതാണ്. അപ്പോൾ അവരെന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവും? എന്നിട്ട് ബാബ ശ്രീലക്ഷ്മി ശ്രീനാരായണൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ഇട്ടത് അവർക്ക് കൊടുത്തു. എന്നിട്ട് ബാബ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പതി ശ്രീനാരായണനെ പോലെ പത്നി ശ്രീലക്ഷ്മിയെ പോലെ പാവനമായി മാറണം. മാറില്ലേ കുട്ടികളെ? വീണ്ടും ചോദിച്ചു ബാബ. അപ്പോൾ അവരുടെ വായിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വീണു, ഹാം ബാബ, തീർച്ചയായും ഞങ്ങൾ പാവനമായി മാറും. ബാബ ഞങ്ങളിൽ വെച്ച ഈ പ്രതീക്ഷ തീർച്ചയായും ഞങ്ങൾ ചെയ്ത് കാണിക്കും. ബാബ പറഞ്ഞു, ബച്ചേ तब बाबा भी आपको ऑफरिंग देंगे और शिव बाबा तो स्वर्ग का राज्य भाग्य देंगे ही.
കുട്ടികൾ ബാബയുടെ ആജ്ഞ പാലിച്ചാൽ ബ്രഹ്മബാബ അല്ലേ ബാബയുടെ ആശീർവാദവും കിട്ടും കുട്ടികൾക്ക്. ശിവബാബ രാജ്യഭാഗ്യവും മക്കൾക്ക് നൽകും. എന്തുകൊണ്ടെന്നാൽ കാം മഹാശത്രു പർ വിജയ് പ്രാപ്ത് കർത്താ ഹേ വോ ജഗജ്ജീത് ബൻതാ ഹേ. എന്നിട്ട് ബാബ കർമ്മത്തിൻ്റെ സൂക്ഷ്മമായ ഫിലോസഫിയും കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ഇത് പറഞ്ഞു ബാബ, മക്കളെ ആരാണോ ഈ ആദ്യത്തെ വികാരത്തെ ജയിക്കുന്നത്, കാമവികാരത്തെ ജയിക്കുന്ന കുട്ടികൾ, അവരാണ് ജഗജ്ജീത്തായിട്ട് മാറുക. വിശ്വത്തിൽ വിജയികളായി മാറുന്നത് അവരാണ്. ബാബാക്കെ പ്രേരണാദായക ശബ്ദ സുൻകർ, ബാബയുടെ ഈ പ്രേരണ നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഓർ ഉൻകിയെ ആശായം ദേക്കർ, തങ്ങളെ പ്രതി ബാബ വച്ചിരിക്കുന്ന ശുഭാശ കണ്ടിട്ട് ആ ദമ്പതികൾ അവർക്ക് തോന്നി ബാബയുടെ വാക്കുകളല്ല, ഇത് ബാണങ്ങളാണ്. ഹൃദയത്തിൽ വന്ന് സ്പർശിച്ചതുപോലെ അവർക്ക് തോന്നി. ബാണം വന്ന് ഉള്ളിൽ തട്ടി കറണ്ട് പോലെ ഉള്ളിൽ അപാര ശക്തി നിറച്ചു കൊടുത്തു. ബാബയുടെ വാക്കുകൾ അവരെ സദാകാലത്തേക്ക് പാവനമാക്കി മാറ്റി. കറണ്ട് ഹൃദയത്തിലേക്ക് പ്രവഹിച്ചതുപോലെ തോന്നി അവർക്ക്. അവർ രണ്ടുപേരും അന്നു മുതൽ പവിത്ര ജീവിതം ജീവിക്കാൻ തുടങ്ങി അല്ലേ. ആ യുഗൾ, ആ ശ്രേഷ്ഠാത്മാക്കൾ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മധുവൻ പോയപ്പോൾ ഒരു തവണ നിർവൈവ്രഭയും പറയുകയുണ്ടായി. അവർ വളരെ പ്രായമായി രണ്ടുപേരും, എങ്കിലും ഇപ്പോഴും രണ്ടുപേരും ഉണ്ട്. അന്ന് ബാബയുടെ ഡയറക്ഷനിൽ ഫസ്റ്റ് ബാബയെ കണ്ടപ്പോൾ അവർക്ക് ബാബ ഡയറക്റ്റ് ദൃഷ്ടി നൽകി, ശക്തി നൽകി, ശ്രീമതം നൽകിയപ്പോൾ അവരുടനെ പാലന ചെയ്തു. ആ പവിത്ര ജീവിതത്തിൻ്റെ ശക്തിയിലൂടെ ആ ദമ്പതികൾ യജ്ഞത്തിൽ ധാരാളം സേവനങ്ങൾ ചെയ്യാൻ, ഈശ്വരീയ സേവനങ്ങൾ ചെയ്യാൻ നിമിത്തമായി മാറി. സർവശ്രേഷ്ഠ യോഗികളുമായിട്ട് മാറി. കുടുംബത്തിലിരുന്ന് അവ പറയില്ലേ, അങ്ങനെ കുടുംബത്തിലിരുന്നു കൊണ്ട് യോഗി ജീവിതം, സർവശ്രേഷ്ഠ യോഗി ജീവിതം ജീവിക്കുന്ന ധാരാളം മക്കൾ ബാബയ്ക്ക് ഉണ്ട്. उनके नयन ऐसे पावन बनाने वाले पिता के स्नेह में ബാബയുടെ ദൃഷ്ടി കിട്ടിയതും തങ്ങളുടെ ജീവിതത്തെ കളഞ്ഞ് പാവനമാക്കി തന്ന ബാബയോടുള്ള സ്നേഹത്തിൽ അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. ബാബയിൽ നിന്ന് ദൃഷ്ടി എടുത്തുകൊണ്ടേയിരുന്നു. ആ ദൃഷ്ടിയിൽ അവരവരുടെ ഉള്ളിൽ ജീവിതത്തിൻ്റേതായ തീരുമാനം എടുക്കുകയായിരുന്നു. ഉയർന്ന തീരുമാനം. ലോകത്തിന് മുന്നിൽ കുടുംബത്തിലിരുന്നുകൊണ്ട് പവിത്രമായി ജീവിക്കുക എന്ന ലോകം അസംഭവ്യമെന്ന് വിചാരിച്ച കാര്യത്തെ സംഭവ്യമാക്കി മാറ്റാനുള്ള ഉയർന്ന തീരുമാനം അവർ ചെറുപ്പക്കാരായിരുന്നിട്ടും രണ്ടുപേരും ബാബ മുന്നിൽ ആ ഉയർന്ന തീരുമാനം എടുത്തു. സൽപുത്രൻ്റെ തെളിവ് കൊടുക്കുന്ന ദൃഢതാസമ്പന്നമായ തീരുമാനം. ഇടയ്ക്ക് പ്രതിജ്ഞ ചെയ്യുക, ഇടയ്ക്ക് ലൂസാക്കുക, ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ജീവിക്കുക, അങ്ങനെയല്ല. അവരവരുടെ ജീവിതത്തിൽ സദാകാലത്തേക്കുള്ള ഉയർന്ന തീരുമാനം എടുത്തു. രണഭേരി മുഴക്കിക്കൊണ്ട് മൈതാനത്തിലേക്ക്, യുദ്ധമൈതാനത്തിലേക്ക് ഇറങ്ങുന്ന ആ കരുത്തോടു കൂടിയിട്ടാണ് അവർ ഈ വെല്ലുവിളിയെ സ്വീകരിക്കുകയും ഈ വെല്ലുവിളി അവർ ജീവിതത്തിൽ അവരുടെ ശബ്ദമാക്കി പ്രതിജ്ഞയാക്കി മാറ്റുകയും ചെയ്തു. ऐसा काम करते थे बच्चे बच्चे ए शब्द. അപ്പോൾ ജഗദീശ്വര എന്താ പറഞ്ഞു വന്നത്? ബാബയുടെ ഈ മക്കളെ മക്കളെ എന്നുള്ള വിളി അനേകരുടെ ജീവിതത്തിൽ ഇപ്രകാരം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് ഋഷിമുനിമാരെ പോലും അസംഭവ്യെന്ന് വിചാരിച്ചത്, ശാസ്ത്രങ്ങളിൽ അസംഭവ്യെന്ന് പറഞ്ഞത്, കുടുംബത്തിലിരുന്നു കൊണ്ട് അല്ലേ ദമ്പതികളായിരിക്കെ പാവനമായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്.
എന്ന് കാലാകാലങ്ങളായി വിശ്വസിച്ചിരുന്ന ആ വിശ്വാസ പ്രമാണങ്ങളെയെല്ലാം തിരുത്തിക്കുറിക്കുന്ന തരത്തിൽ കുടുംബത്തിലിരുന്ന് തങ്ങളുടെ കാര്യവ്യവഹാരങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അനേകം ദമ്പതികൾ ഇതുപോലെ ആരംഭം മുതൽ കുടുംബസമേതം ഈശ്വരീയ യജ്ഞത്തിൽ പരമാത്മാ ആജ്ഞകൾ പാലിച്ച് ജീവിക്കുന്ന ധാരാളം മക്കൾ ബാബയ്ക്കുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലോ. എത്ര കുട്ടികളുണ്ട്, എത്ര കുടുംബങ്ങളാണ് അല്ലേ. മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ യജ്ഞത്തിൽ കുടുംബങ്ങളാണ് ജാസ്തി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പതി വരിക അല്ലെങ്കിൽ പത്നി വരിക, അവരെക്കാളും കൂടുതൽ ഒരുമിച്ച് കുടുംബസമേതം വരുന്നവർ ധാരാളം പേരുണ്ട്. ഹാത്ത് ഉഠാന और निश्चय पत्र लिखवाना. ഇനി ബാബ മക്കളെ പരിവർത്തനപ്പെടുത്താൻ, ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്ന അത്ഭുത കഥയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അടുത്തത് ഇപ്പം നമ്മളെന്താ കേട്ടത് ഇതുവരെ? ബാബയുടെ മീഠേ ബച്ചേ എന്നുള്ള വിളി എത്ര പേരുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തി. അടുത്തത് കുട്ടികളെ കൊണ്ട് ബാബ സഭയിലിരുത്തി തന്നെ കൈ ഉയർത്തിക്കും, ക്ലാസ്സിൽ തന്നെ, മുരളിക്കിടയിൽ തന്നെ. പിന്നെ ബാബ കുട്ടികളെ കൊണ്ട് നിശ്ചയപത്രം എഴുതിക്കും. ബാബയ്ക്ക് അവരവരുടെ നിശ്ചയത്തിൻ്റെ ലെറ്റർ എഴുതിക്കും. ഈ 2 മാർഗങ്ങളിലൂടെയും ബാബ, 2 വിധികളിലൂടെയും ബാബ അനേകം കുട്ടികളുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന്, അവരവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ ബാബ ഈ 2 വിധികളെ ഉപയോഗിച്ചു. ज्ञान के सूक्ष्म तत्वों का क्लास में दिग्दर्शन कराते कराते ബ്രഹ്മബാബ, ഒന്ന് ശിവബാബ ബ്രഹ്മാബലിയുടെ മുരളി പറയണത്, മറ്റൊന്ന് ബ്രഹ്മബാബ കുട്ടികൾക്ക് ഡെയിലി രാവിലെ മുരളിയാണ്, രാത്രിയിൽ ക്ലാസ് നടക്കും ബാബയുടെ. ബാബ അന്നത്തെ മുരളിയുടെ ആധാരത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നല്ലോ. ആ സമയത്ത് ജ്ഞാനത്തിൻ്റെ സൂക്ഷ്മ പോയിന്റുകൾ ബാബ വ്യക്തമാക്കി കൊടുക്കുമായിരുന്നു. ഒരിക്കലും ബാബ ക്ലാസ്സിൽ പറഞ്ഞു, മക്കൾ മനസ്സിലാക്കണം, 16 കലാസമ്പൂർണര് സൂര്യവംശി ദേവീ ദേവതകളായിട്ട് മാറുന്ന കുട്ടികൾ. എന്താ ചോദിച്ചത് ബാബ? 16 കലാസമ്പൂർണരും സൂര്യവംശി ദേവതകളായി മാറുന്ന കുട്ടികളെ കൈയുയർത്തു പറഞ്ഞു. അതിനുശേഷം എന്താ സംഭവിച്ചത് നമുക്ക് നാളെ കേൾക്കാം. ബാബ കൈ ഉയർത്തു, സൂര്യവംശത്തിലേക്ക് പോകുന്നവരെന്ന് പറഞ്ഞാൽ നമ്മളും എല്ലാവരും കൈ ഉയർത്തില്ലേ? ഓം ശാന്തി. ബാക്കി നാളെ കേൾക്കാം. सबके मुख पर एक ही नाम, एक ही नाम, एक ही नाम। प्रजापिता ब्रह्मा बाबा, प्रजापिता ब्रह्मा बाबा। कोटि कोटि है तुम्हें प्रणाम, तुम्हें प्रणाम, तुम्हें प्रणाम। प्रजापिता ब्रह्मा बाबा, प्रजापिता ब्रह्मा बाबा। सबके मुख पर एक ही नाम, एक ही नाम, एक ही नाम। प्रजापिता ब्रह्मा बाबा, प्रजापिता ब्रह्मा बाबा। घोर निशा कल युग की कारी, कांप रही थी वसुधा सारी। मानवता मजबूर हुई, दानवता मशहूर हुई। अब आए तुम प्रभु के काम, प्रभु के काम, प्रभु के काम। प्रजापिता ब्रह्मा बाबा, प्रजापिता ब्रह्मा
ही नाम एक ही नाम प्रजापिता ब्रह्मा